ഇത് പാടുന്ന ആളല്ലേ? ഇത് ആറ്റുകാലമ്മയുടെ പാട്ട് പാടിയ ആളല്ലേ? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. എന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു ഞാനാണ് പാടിയെന്ന്. കലാരംഗത്ത് വന്നിട്ട് ഒരു 30 വർഷം ആവും. ഞാൻ ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസരം വന്നത്. അത് ശരിക്കും കോളേജിൽ പഠിക്കുന്ന സമയം. എന്നും എന്തെങ്കിലും ചെറിയൊരു വർക്ക് കാണും. ചിലപ്പോൾ ഗ്രൂപ്പ് ആയിരിക്കും, ചിലപ്പോൾ ചെറിയൊരു ട്രാക്ക് പാടാനായിരിക്കും. അപ്പോൾ രാവിലെ സ്റ്റുഡിയോയിൽ നിന്ന് ജെയിംസ് എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചു. സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയർ ആണ്. പുള്ളി വിളിച്ചു, ഒരു വർക്കുണ്ട്, വന്നൊന്ന് വേഗം പാടിയിട്ട് പോവാം, 4 വരിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു വലിയൊരു ഇതിലോട്ടാണ്, ഒരു സർവമംഗള മംഗല്യേ എന്ന് പറയുന്ന ഒരു വലിയ ശ്ലോകമാണ് ഞാൻ പാടാൻ പോകുന്നതെന്ന് ഞാൻ അപ്പോഴും അറിഞ്ഞില്ല. പാടി ആർക്കെങ്കിലും, അന്ന് കാസറ്റാണ്, അപ്പം കാസറ്റിന് വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാടി. ഞാൻ പിന്നെ എൻ്റെ കോളേജ് കാര്യങ്ങളായിട്ട് ഞാനങ്ങ് പോയി. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇത് ആറ്റുകാൽ ദേവി ട്രസ്റ്റുകാർ ചെയ്തതാണ്. അവിടെ അമ്പലത്തിൽ ദേവിയുടെ നടയിൽ പ്ലേ ചെയ്യാൻ വേണ്ടി അവരെടുത്തതാണെന്നൊക്കെ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്ന് തൊഴുതപ്പോഴേക്കാണ് എനിക്ക് ആ നടയിൽ നിൽക്കുമ്പോഴേക്കും പ്രാർത്ഥിക്കണ്ട, ശരിക്കും അത് കേട്ട് ഞാൻ നിന്ന് പോയിട്ടുണ്ട്, കണ്ണു നിറഞ്ഞിട്ട്. ദേവിയുടെ നടയിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും അത് ഒരു ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 22 വർഷമാവും ഞാനത് പാടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കല്യാണം വന്നതും ആറ്റുകാൽ അടുത്തുനിന്നാണ്. കാലടിയാണ് ചേട്ടൻ്റെ വീട്. സുധീരൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ കല്യാണാലോചന വന്നപ്പോഴും അവർക്കൊന്നും അറിയില്ല ഞാനാണ് പാടിയതെന്ന്. ശരിക്കും ആർക്കും അറിയില്ല. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു ഞാനാണ് പാടിയതെന്ന്. എൻ്റെ ടീച്ചേഴ്സ് ആരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ പാട്ടാണ് അവിടെ നടയിലുള്ളതെന്നൊന്നും. പിന്നെ ഈ ഇടയ്ക്കാണ് എല്ലാവരും അറിഞ്ഞതും. പിന്നെ ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിച്ചു. എനിക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാർ വരെയും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പാടിയത് നീയാണോ? അപ്പൊ അതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു. ഹസ്ബൻഡിന്റെ വീട്ടില് എല്ലാവരും ആറ്റുകാൽ ഭക്തരാണ്. ഹസ്ബൻഡിന്റെ അച്ഛനും ഹസ്ബൻഡും ഒക്കെ എന്നും രാവിലെയും വൈകുന്നേരം പോയി തൊഴുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് ശ്ലോകം കേട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഒന്നും മനസ്സിൽ ഞാനാണ് പാടിയതെന്നൊന്നും തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ കുടുംബത്തില് ഉണ്ട് എന്നുള്ളതും ഒക്കെ അവര് ഇത് ശരിക്കും എല്ലാവരും അറിഞ്ഞപ്പോ, ഞാൻ പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞ് ശരിക്കും ഒരു കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് എന്റെ ശബ്ദമാണ് അവിടെ ദേവിയുടെ നടയിലുള്ളത് എന്ന്. അപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അതിന്റെ ഒരു വില ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയണത് കല്യാണം കഴിഞ്ഞ് ആറ്റുകാലിൽ പോയി താമസിച്ച് അമ്പലത്തില് എന്നും വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയപ്പോഴാണ്. ഒരു അനുഭവം എന്ന് വെച്ചാൽ എടുത്തു പറയാനൊരു അനുഭവം എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, കുറച്ച് അസുഖങ്ങള് കാര്യങ്ങൾ. അതിനെല്ലാം ശരിക്കും ദേവി തന്നെയാണ് എനിക്ക്, ആരും വിചാരിക്കാത്ത ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു ശക്തിയും ആ പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ഓം ആറ്റുകാലംബികാം ദേവി ശരണമഹം പ്രപദ്യേ. ആറ്റുകാലംബികാം ദേവി ശരണമഹം പ്രപദ്യേ. ആറ്റുകാലംബികാം ദേവി ശരണമഹം പ്രപദ്യേ.
അമ്പലത്തിൽ പോയി തൊഴുത് നിൽക്കുമ്പോഴേക്കും ആ പാട്ട് കേട്ട് നിൽക്കും എന്നുള്ളതല്ലാതെ അതിൽ തന്നെ എല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നും. എൻ്റെ ശബ്ദം ദേവി കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. അവിടെ ചെന്ന് തൊഴുത് നിൽക്കും. പിന്നെ പൊങ്കാല ഇടാനുള്ള ഭാഗ്യവും ശരിക്കും പറഞ്ഞ ആനാടാണ് കുടുംബ വീടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഞങ്ങള് വളരെ കഷ്ടപ്പെട്ട് ബസ്സിലൊക്കെ കയറി അങ്ങനെ വന്ന് പൊങ്കാല ഇട്ട കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. തിരിച്ചു പോണ സമയത്തും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബസ്സിൽ കയറിയും ഇതെല്ലാം കൊണ്ട് എത്തിക്കണം എന്നുള്ളത് അമ്മയുടെയൊക്കെ കൂടെ കുറേ ദൂരം നടന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു പാടാനുള്ളതല്ലേ, അപ്പോൾ ശബ്ദമൊക്കെ ഒന്ന് സൂക്ഷിക്കണ്ടേ, ഇങ്ങനെ വെയിൽ കൊണ്ട് ഇങ്ങനെ വേർത്ത് നടക്കാമോ, നാളെ പാടണ്ടേ മറ്റന്നാൾ പാടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അപ്പൊ വിചാരിക്കുമായിരുന്നു അടുത്ത വർഷം പക്ഷെ എനിക്ക് പോകണം, പൊങ്കാലയ്ക്ക് എന്തായാലും പോകണം എന്ന് മനസ്സിൽ തോന്നുമായിരുന്നു. അങ്ങനെ മുടങ്ങാതെ ശരിക്കും പറഞ്ഞാൽ 1-2 തവണ ഇട്ടിട്ടുള്ളൂ. 2 തവണ അടുപ്പിച്ചിട്ടു. 3-ാമത്തെ തവണ പക്ഷെ ഞാൻ ഇട്ടത് ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അവിടെ ആറ്റുകാൽ അടുത്തായത് കാരണം ഹസ്ബൻഡിന്റെ വീട്ടിലും ഉണ്ട് പൊങ്കാല. അപ്പൊ അവിടെ എനിക്ക് പൊങ്കാല ഇടാൻ പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എല്ലാവരും എൻ്റെ അടുത്ത് പറയുമായിരുന്നു, റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ, നിന്റെ ആഗ്രഹം പോലെ എല്ലാ തവണയും പൊങ്കാല ഇടാൻ വേണ്ടി ദേവി അടുത്ത് തന്നെ കൊണ്ടുവന്നല്ലോ എന്ന്. ഞാനിപ്പോ 3 സിനിമകളിൽ പാടിയിട്ടുണ്ട്. 2 റിലീസായി. ആദ്യത്തത് സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞ ആർ ശ്രീനിവാസന്റെ ഫിലിം. അതിൽ 2 പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പായിപ്പാട് രാജു സാറായിരുന്നു എൻ്റെ സംഗീതം. രചന ഒരു പാട്ട് കൃഷ്ണമൂർത്തി, ഒരു പാട്ട് കൂവളശ്ശേരി രാജ്മോഹൻ കൂവളശ്ശേരി ചേട്ടൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആർ ശ്രീനിവാസന്റെ തന്നെ അടുത്ത സിനിമയായ മാടനിൽ എനിക്ക് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിൽ 4 പാട്ട് എനിക്ക് സംഗീതം ചെയ്യാൻ പറ്റി. ഒരു പാട്ട് അതിൽ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്തിടയ്ക്ക് റിലീസായ ഒരു ശ്രീലങ്കൻ സുന്ദരി എന്ന് പറഞ്ഞ ഫിലിമില് അതിൽ 4 പാട്ട്. ആകാശവാണിയില് ഒരു 16-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഓഡിഷൻ വരുന്നത്. അത് ലൈറ്റ് മ്യൂസിക് ആയിരുന്നു. അന്ന് ഓഡിഷൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് അവിടെ തുടർച്ചയായിട്ട് ഒത്തിരി ലളിതഗാനങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെയൊക്കെ ഒരുപാട് ലളിതഗാനങ്ങൾ പാടി. അത് കഴിഞ്ഞിട്ട് 2001 ഡിവോഷണൽ മ്യൂസിക്കിന് ഓഡിഷനായി. അപ്പൊ തന്നെ ലൈറ്റ് മ്യൂസിക്കിന്റെ ബി ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റായി. അത് കഴിഞ്ഞ് 2007 അവിടെ ഒരു കാഷ്വൽ അനൗൺസർ പോസ്റ്റ് വന്നപ്പോഴേക്കും അതിൽ അപ്ലൈ ചെയ്തു. അതിന് കിട്ടി. ഇപ്പോൾ ഞാൻ അവിടെ കാഷ്വൽ അനൗൺസർ ആണ്. പിന്നെ ആകാശവാണിയിൽ സൗഹൃദമാണ് ശ്രീ രാജ്മോഹൻ കൂവളശ്ശേരിയെ പരിചയപ്പെടാൻ പറ്റിയത്. പുള്ളിയാണ് ആർ ശ്രീനിവാസന്റെ അടുത്ത് പറഞ്ഞതും ഇങ്ങനെ ഒരാളുണ്ട്, ഒരു ട്രാക്കെങ്കിലും പാടിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഒരു പാട്ട്, ഞാൻ എഴുതുന്ന പാട്ട്, പുള്ളിയാണ് ആ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് സ്ത്രീയില്. അപ്പോൾ ഞാൻ എഴുതിയ പാട്ടൊന്ന് പാടിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് റെക്കമെൻഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അത് ആകാശവാണി എൻ്റെ ഈ ശരിക്കും സംഗീത ഒരു കരിയറിൽ എനിക്ക് ഒരു വലിയ സ്ഥാനമാണ് ആകാശവാണി തന്നിട്ടുള്ളത്.